അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അദബിൻ്റെ പാഠം അസ്ദിഖാ എന്ന പാഠത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഒരു കുട്ടി പറയാണ്, എനിക്ക് 4 കൂട്ടുകാരുണ്ട്, ഹസനും ഖാസിമും ഉമറും മുഹമ്മദുൻ. എന്നിട്ട് ഹസനെ കുറിച്ച് അവരെന്ത് ചെയ്തു, അവൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ഒക്കെ ആ കുട്ടി പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. എല്ലാവരും കിതാബ് തുറന്നു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ ലഫ്ദുകളുടെ അർത്ഥം, ജംഅകളുണ്ടെങ്കിൽ അത്, മുഫ്രദ് ഉണ്ടെങ്കിൽ അത്, മുത്തറാദിഫുകളുണ്ടെങ്കിൽ അത്, ലിദ്ദുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി ശ്രദ്ധിക്കുക. അമ്മാ ഖാസിമു ഫവലദുൻ ദകിയുൻ നശീതുൻ തറാഹു ദാഇമൻ മസ്റൂറ വല അദ്കുറു അന്നി റഅയ്തുഹു ഖത്തു മഹ്സൂന. അമ്മാ ഖാസിമിന്, അപ്പോൾ ഖാസിമി എന്ന കുട്ടി, രണ്ടാമത്തെ കൂട്ടുകാരനാണ് ഖാസിമിലെ, അവൻ ഫവലദുൻ ദകിയുൻ, ഫവലദുൻ അവനൊരു കുട്ടിയാണ്, ദകിയുൻ ബുദ്ധിമാനായ കുട്ടി. ദക്കി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. ഇതിൻ്റെ വേറെ അറബി എന്താ, അതിന് മുത്തറാദിഫ് ആഖിൽ എന്ന് പറയും അല്ലേ. ദക്കീന് ആഖിൽ, ബുദ്ധിമാൻ എന്ന് പറയും. ദക്കിയുൻ അല്ലേ, ബുദ്ധിമാൻ. അപ്പം അതിൻ്റെ ജം ഉണ്ടാവും, അദ്കിയ എന്നാണ് ജമ്മ്. ദക്കിയുൻ ജമ്മ്, അദ്കിയ ബുദ്ധിമാന്മാർ. അപ്പോൾ വലതുൻ ഖാസിം ഒരു കുട്ടിയാണ്, ദക്കിയുൻ ബുദ്ധിമാനായ, നഷീത്തുൻ ഉന്മേഷമുള്ളവനായ, നഷീത്തുലെ ഉന്മേഷവാനായ, തറാഹു തറ നീ കാണും, ഹു അവനെ, ദാഇമൻ എപ്പോഴും, മസ്റൂറൻ സന്തോഷം നിറഞ്ഞവനായിട്ട്, സന്തോഷിക്കുന്നവനായിട്ട്. മസ്റൂർ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവൻ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, സങ്കടപ്പെടുന്നവൻ എന്നല്ലേ. എന്താ അതിൻ്റെ അറബി, മഹ്സൂൻ അല്ലേ. ഹസിന എന്ന വാക്കുണ്ടാവും, ഹസിന. അതിൻ്റെ സ്മഫുൽ എടുക്കുക, മഹ്സൂൻ. മസ്റൂർ സന്തോഷിക്കുന്നവൻ, മഹ്സൂൻ ദുഃഖിക്കുന്നവൻ. എഴുതി വെക്കണം കേട്ടോ, അതൊക്കെ ഓപ്പോസിറ്റാണ്. അപ്പോൾ തറാഹു നിനക്ക് അവനെ കാണാം, ദാഇമൻ എപ്പോഴും, മസ്റൂറൻ സന്തോഷിക്കുന്നവനായിട്ട് കാണാം. ലാ അദ്കുറു ഞാൻ ഓർക്കുന്നില്ല. ദക്കറ യദ്കുറു എന്ന് പറഞ്ഞാൽ ഓർക്കുക. ലാ അദ്കുറു ഞാൻ ഓർക്കുന്നില്ല, അന്നീ നിശ്ചയം ഞാൻ, റഅയ്തുഹു ആ ഖാസിമിനെ കണ്ടതായിട്ട്, ഖത്തു തീരെ, മഹ്സൂനൻ ദുഃഖിക്കുന്നവനായിട്ട്. അതാ നേരത്തെ നമ്മൾ പറഞ്ഞ മസ്റൂറിൻ്റെ ഓപ്പോസിറ്റ് മഹ്സൂൻ വന്നു. മാ റഅയ്തു ഞാൻ, ലാ അദ്കുറു ഞാൻ ഓർക്കുന്നില്ല, അന്നീ നിശ്ചയം ഞാൻ, റഅയ്തുഹു ആ ഖാസിമിനെ കണ്ടതായിട്ട്, ഖത്തു തീരെ, മഹ്സൂനൻ ദുഃഖിക്കുന്നവനായിട്ട് അവനെ ഞാൻ തീരെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. വഹുവ മാത്രമല്ല ഈ ഖാസിം, വഹു പറഞ്ഞാൽ ഈ ഖാസിം എന്ന കുട്ടി, ദു അഖ്ബാരിൻ ഒരുപാട് ചരിത്രങ്ങളുടയവനാണ്, ചരിത്രങ്ങൾ അറിയുന്നവൻ. ദു അഖ്ബാർ, ഖബറിൻ്റെ ജമ്മാണെന്ത്, അഖ്ബാർ, ചരിത്രം എന്നൊക്കെ അർത്ഥം ഉണ്ടായിന്, വാർത്തകൾ എന്നൊക്കെ, വർത്തമാനങ്ങൾ എന്നൊക്കെ അർത്ഥം. ഹിക്കായാത്തിന് ഒരുപാട് ഉദ്ധരണികൾ, ഹിക്കായത്തിൻ്റെ ജമ്മാണ് ഹിക്കായാത്ത്, ഉദ്ധരണികൾ, പഴയകാല ചരിത്ര ഉദ്ധരണികൾ എന്നർത്ഥം. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ഉദ്ധരണികളൊക്കെ അറിയുന്ന ആളാണ് ഓന്. യസുറു അവൻ സന്തോഷിപ്പിക്കും, യുസിറു ട്ടോ, അസറ യുസിറു അവൻ സന്തോഷിപ്പിക്കും, അസ്ദിഖാഹു തൻ്റെ കൂട്ടുകാരന്മാരെ, ബി അഹാദീസി തൻ്റെ ഈ എന്താണ് സംഭവങ്ങൾ കൊണ്ട്, തൻ്റെ ഈ വർത്തമാനങ്ങൾ കൊണ്ട്. ഹദീസ്, ഹദീസിൻ്റെ ജമ്മാണെന്ത്, അഹാദീസ്. അപ്പോൾ അഹാദീസ് എന്ന വാക്ക് ജം ആണ്, അതിൻ്റെ മുഫ്രദ് ഹദീസാണ്. തൻ്റെ ഈ ഉദ്ധരണികൾ, തൻ്റെ ഈ സംഭവങ്ങളുണ്ടല്ലോ അവൻ്റെ കയ്യിലുള്ള, അതുകൊണ്ട്. വഹിക്കായാത്തി തൻ്റെ ഈ ഉദ്ധരണികൾ കൊണ്ട് അവൻ ഓരോന്നും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ടേ കൂട്ടുകാരന്മാരെ സന്തോഷിപ്പിക്കും. വയുഹിബ്ബു അതുകൊണ്ട് തന്നെ, വയുഹിബ്ബു അവനെ ഇഷ്ടപ്പെടുന്നു, അസ്ദിഖാഹു അവൻ്റെ കൂട്ടുകാർ. വഹുവ ഈ ഖാസിമും മുജ്തഹിദും നല്ല പരിശ്രമിക്കുന്ന കുട്ടിയാണ്, ഫി ദുറൂസി പാഠങ്ങളിൽ, ദർസ്നമു ദുറൂസ് പാഠങ്ങൾ, ക്ലാസ്സുകൾ അല്ല, അത് നല്ല പരിശ്രമിക്കും പഠിക്കുമ്പോൾ. വലം യർസുബ് അവനൊരിക്കലും തോറ്റിട്ടില്ല. റസിബ യർസുബു എന്ന് പറഞ്ഞാൽ തോൽക്കുക, പരാജയപ്പെടുക എന്നർത്ഥം. ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ, ഒരു പരീക്ഷയിൽ, ഫി ഇംതിഹാനിന് ഒരു പരീക്ഷയിൽ ഇതുവരെ എന്തായിട്ടില്ല, തോറ്റിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. റാസിബ് എന്ന് പറയും പരീക്ഷ ഫെയിലായ ആളെന്ന്. അമ്മ ഉമറുൻ അതേസമയം ഉമർ എന്ന കുട്ടി, മൂന്നാമത്തെ ആളെ, ഫവലദുൻ യതീമുൻ അവൻ ഒരു യതീമായ കുട്ടിയാണ്, ഉപ്പല്ലാത്ത കുട്ടിയാണെന്നർത്ഥം. വലതുൻ യതീമുൻ
യത്തീമിൻ്റെ ജമ്മ് ഐതാം എന്നാണ് ജമ്മിലെ. യസ്കുനു അവൻ താമസിക്കുന്നു ഫി ഹയ്യിന നമ്മളുടെ തെരുവിൽ തന്നെ, ഐലൻ അവനും നമ്മളുടെ തെരുവിലാണ് താമസിക്കുന്നത്. ഉമ്മുഹു അവൻ്റെ ഉമ്മയാണെങ്കിലോ അജൂസുൻ ഒരു പ്രായമായ ഉമ്മയാണ്. തക്തസിബു ആ ഉമ്മ സമ്പാദിക്കുന്നു ബിൽ ഹിയാത്തൊത്തി വസ്ത്രങ്ങളും മറ്റും നെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട്. ഹിയാത്തൊത്ത് മെഷീൻ സ്റ്റിച്ച് ചെയ്യൂലേ, അതിനാണ് ഹിയാത്ത് തര തുന്നുക. വസ്ത്രങ്ങളും മറ്റും തുന്നിയിട്ടാണ് ആ ഉമ്മ സമ്പാദിക്കുന്നത്. തുംഫിഖു ആ ഉമ്മ ചെലവിന് കൊടുക്കും അല വലദിഹ തൻ്റെ മോൻക്ക്, ഈ ഉമറെന്ന തൻ്റെ കുട്ടിക്ക് ചെലവിന് കൊടുക്കും. അൻഫക്കാലാണ് ചെലവഴിക്കുക. തുംഫിഖു ആ ഉമ്മ ചെലവഴിക്കും അല വലദിഹ തൻ്റെ കുട്ടിക്ക്. വലാക്കിൻ ഉമറ പക്ഷേ ഉമർ വലതും കബീറുൻ നഫ്സ് പക്ഷെ അഭിമാനബോധമുള്ളവൻ. കബീറുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അഭിമാനബോധമുള്ളവൻ എന്നർത്ഥം. മറ്റുള്ളവർ തന്നെ കണ്ടിട്ട് പാവട്ടോ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾ എന്നർത്ഥം. വലാക്കിൻ്റെ ഉമറ പക്ഷേ ഉമർ എന്ന കുട്ടി വലതും കബീറുൻ നഫ്സി അവൻ അഭിമാനബോധമുള്ളവനാണ്. കബീറുൻ നഫ്സ് ട്ടോ അഭിമാനബോധമുള്ളവൻ. ലാ യഖ്ബലു അവൻ സ്വീകരിക്കുകയില്ല മിൻഹ ആ ഉമ്മയിൽ നിന്നും ഷെയ്ൻ ഒന്നിനെയും, ഒന്നും ചോദിച്ചു വാങ്ങൂല എന്നർത്ഥം. സിയാബുഹു അവൻ്റെ വസ്ത്രങ്ങളൊക്കെ റഹീസത്തുൻ വില കുറഞ്ഞതായിരിക്കും. റഹീസത്ത് വില കുറഞ്ഞത് കേട്ടോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഗാലിൻ എന്നാണ്. ഗാലി എന്ന് പറയും. ഗാലിൻ വില കൂടിയത്. അയിനിൻ്റെ മേൽ പുള്ളിയിട്ടൊരു ഗാലിൻ വില കൂടിയത് എന്നർത്ഥം. വലാക്കിന്ന പക്ഷേ ആ വസ്ത്രം ദായിമിന് എപ്പോഴും നദീഫത്തുൻ നല്ല വൃത്തി ഉണ്ടാവും. വില കുറഞ്ഞ വസ്ത്രമാണെങ്കിലും അതെപ്പോഴും എന്തെങ്കിലും വൃത്തിയുള്ള വസ്ത്രമായിരിക്കും. യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നു ജമീഉൽ മുഅല്ലിമീന മുഴുവൻ ഉസ്താദുമാരും മുഴുവൻ അധ്യാപകരും. ലി സ്വലാഹിഹി അവൻ്റെ നല്ല ഗുണത്തിന് വേണ്ടി, സ്വലാഹ് നന്മ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, വ അദബിഹി അവൻ്റെ അച്ചടക്കത്തിന് വേണ്ടിയും, വജ്തിഹാദി അവൻ്റെ അവൻ്റെ എന്താണ് പറയാം അധ്വാനം അല്ലേ അവൻ്റെ ഈ അധ്വാനത്തിന് വേണ്ടിയും, മുആലബത്തിഹി അവൻ്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും ഉസ്താദുമാർക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നർത്ഥം. വലം യർസുബു ഉമറു ഫി ഇംതിഹാൻ അപ്പോൾ ഉറപ്പല്ലേ അങ്ങനെ നല്ല കുട്ടി നല്ല അച്ചടക്കമുള്ള കുട്ടിയാകുമ്പോൾ പഠിക്കാൻ നല്ല പരിശ്രമിക്കുന്ന കുട്ടികൾ എല്ലാ ഉസ്താദുമാർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളിലും അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ ഉസ്താദുമാർക്ക് എന്ത് ചെയ്യും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും അങ്ങനെ ആവണം. വലം യർസുബ് തോറ്റിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല ഉമറു ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ഇല്ലാ മറത്തൻ ഒറ്റ പ്രാവശ്യമില്ലാതെ. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമാണ് ഉമർ പരീക്ഷയിൽ എന്തായത് തോറ്റത്. വഹസീന കസീറുൻ അപ്പോൾ വഹസീന അങ്ങനെ ഓനക്ക് ദുഃഖമായി, ഓനക്ക് സങ്കടമായി. കസീറിന് ഒരുപാട് സങ്കടം വന്നു. വഹസീനത്ത് ഉമ്മുഹു അവൻ്റെ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടു, ദുഃഖിച്ചു. ലമ്മാ റസബ ഉമർ ഫിൽ ഇംതിഹാൻ ഉമർ പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ ഉമ്മയും ഒരുപാട് എന്തായത് സങ്കടപ്പെടുന്നു. റസബ തോൽക്കുക, എർസുബു അതിന് മുതാരിയാണ് കേട്ടോ. അറാദ ഉമറു അയ്യത്തുറുക്കൽ മദ്രസ അറാദ ഉമർ വിചാരിച്ചു, ഉമർ എന്ത് ചെയ്തു ഉദ്ദേശിച്ചു അയ്യത്തുറുക്ക ഒഴിവാക്കാൻ അൽ മദ്രസത്ത മദ്രസ നിർത്തണം, ഇനി മദ്രസക്ക് പോകണ്ട അല്ലേ, അല്ലെങ്കിൽ കോളേജ് തോറ്റു ഇനി ഞാൻ പോകണില്ല. ഒരാൾക്കാർ അങ്ങനെയാണ് തോക്കുന്നവരുണ്ടാവും. എന്നിട്ട് തോറ്റ പറയും അവിടെ പോയിട്ട് തോറ്റു ഞാൻ ഞങ്ങോട്ട് പോകണില്ല. അതേപോലെ ഉമർ എന്ത് ചെയ്തു പരീക്ഷയിൽ തോറ്റപ്പോൾ മദ്രസ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചു. വലാക്കിൻ പക്ഷേ ഷജ്ജഅതുഹു അവനിക്ക് എല്ലാ ധൈര്യവും കൊടുത്തു. ഉമ്മുഹു അവൻ്റെ ഉമ്മ ഷജ്ജഅന ധൈര്യവാനാക്കി, ഷജ്ജഅതുഹു അവനെ ധൈര്യശാലിയാക്കി, അവനക്ക് എല്ലാ ധൈര്യവും കൊടുത്തു. ഉമ്മുഹു അവൻ്റെ ഉമ്മ. വഖാലത്ത് ഉമ്മ പറഞ്ഞു അന അക്തസിബു ബിൽ ഖിയാനത്തി ഞാൻ അധ്വാനിക്കുന്നു ബിൽ ഖിയാത്തത്തി തുണി നെയ്തുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ഉംഫിഖു അലൈഹി എന്നിട്ട് ഞാൻ നിനക്കത് ചെലവിന് തരുന്നു. അപ്പം നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നീ പോകണം. വറജ ഉമറു അങ്ങനെ ഉമർ എന്ത് ചെയ്തു മടങ്ങി വന്നു. ഇൽ മദ്രസയിലേക്ക് തന്നെ മടങ്ങി വന്നു. വജ്തഹദ കസീറൻ വല്ലാതെ അവൻ പിന്നീട് എന്ത് ചെയ്തു അധ്വാനിച്ചു. ഒരു പ്രാവശ്യം തോറ്റപ്പോൾ ഒക്കെ ഒഴിവാക്കി നിർത്തിപ്പോകാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് ഉമ്മ എന്ത് ചെയ്തു അവനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു, അവന് നല്ല ഉപദേശിച്ചു വിട്ടു. അപ്പോൾ പിന്നെ ഉമർ വന്നിട്ട് ഭയങ്കര അധ്വാനിച്ചു, അവൻ പരിശ്രമിച്ചു. വനജഹ അങ്ങനെ അവൻ വിജയിച്ചു. നേരത്തെ നമ്മൾ റസബ എന്ന് പറഞ്ഞു തോറ്റു എന്നില്ല പരീക്ഷയിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് നജഹ എന്താ വിജയിച്ചു. കണ്ടില്ലേ ഫിലിംതിഹാൻ അങ്ങനെ അവൻ എന്ത് ചെയ്തു പരീക്ഷയിൽ വിജയിച്ചു. ഫിസനത്തി സ്ഥാനിയ രണ്ടാമത്തെ കൊല്ലം. വബറസ ഫിലിംതിഹാൻ അങ്ങനെ പരീക്ഷയിൽ അവൻ എന്ത് ചെയ്തു ഏറ്റവും ടോപ്പിലെത്തി. ബറസ ഏറ്റവും ഉന്നതമായ വിജയം നേടി നടത്താം ഫിലിംതിഹാനി പരീക്ഷയിൽ. ഇനി ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു, അത് മുഹമ്മദിലെ അമ്മാ മുഹമ്മദുൻ അപ്പോൾ ഈ മുഹമ്മദ് എന്ന കുട്ടി
അവൻ ഫി തിൽമീദുൻ അവനും ഒരു കുട്ടിയാണ്. തിൽമീദ് എന്ന വിദ്യാർത്ഥി, അതിന് ജമ്മ് തലാമീദ്, തിൽമീദുൻ ജമ്മ് തലാമീദ്. അപ്പോൾ അവനും ഒരു കുട്ടിയാണ്. ഇങ്ങനെ നജീബുൻ ബുദ്ധിമാനായ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ദക്കീ, അപ്പം അതിൻ്റെ വേറൊരു അറബിയും കൂടി ആക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, വേറെ അറബി എന്താ നജീബ്, നല്ല ബുദ്ധിയുള്ള കുട്ടി നജീബുൻ ജംഅ് നുജബ കേട്ടോ, നജീബിൻ്റെ ജംഅ് നുജബ. അപ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ആര്, മുഹമ്മദും. മുജ്തഹിദുൻ നല്ല പരിശ്രമിക്കും, ജിദ്ദൻ വല്ലാതെ പരിശ്രമിക്കും. യുബർരിസു ഫിൽ ഇംതിഹാനി കുല്ല സനത്തിൻ, യുബർരിസു ഓനാണ് ടോപ്പായിട്ട് വരിക, ഏറ്റവും ഉഷാറായി വിജയിക്കും. യുബർരിസു ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കും. ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ, കുല്ല സനത്തിൻ്റെ എല്ലാ കൊല്ലവും. വവലദുൻ അവനൊരു കുട്ടിയാണ്. കാത്തിബുൻ ജയ്യിദുൽ ഹത്തി, കാത്തിബുൻ നല്ല എഴുതുന്നൊരു കുട്ടിയാണ്. ജയ്യിദുൽ ഹത്തി അവൻ്റെ എഴുത്തുകളൊക്കെ നല്ല ഉഷാർ ടോപ്പ്, നല്ല രസത്തിൽ എഴുതാൻ കഴിയുന്ന കുട്ടിയാണ്. നമ്മളെ ക്ലാസ്സിലും ഉണ്ടാവും അങ്ങനെ നല്ല രസം, വല്ല എഴുത്തൊക്കെ ഉണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ടാവും അല്ലേ. ജയ്യിദുൽ ഹത്ത് ഹാൻഡ് റൈറ്റിംഗ് ഉഷാറായ കുട്ടിയാണ് എന്നർത്ഥം. ഹത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. യഅരിഫു അവൻക്കറിയാം കിതാബത്തെ റസായിൽ കത്തുകൾ എഴുതേണ്ടത് അറിയാം. കത്തുകൾ റിസാലത്തിൻ്റെ ജമ്മാണെന്ത്, റസായിൽ. അപ്പോൾ റസായിൽ ജമ്മാണ്, അതിൻ്റെ മുഫ്രദ് റിസാലത്ത്. കത്തുകൾ എഴുതാൻ അറിയുന്ന കുട്ടിയാണ്. വഹുവ മുഖദ്ദിമുൻ ഫി സ്വഫി അവൻ ക്ലാസ്സിൽ ഏറ്റവും മുമ്പിലുള്ള കുട്ടിയാണ്, ഏറ്റവും ടോപ്പായി നിൽക്കുന്ന കുട്ടിയാണ് അർത്ഥം. അപ്പോൾ മുവാദിബുൻ അലദ്ദറസി എപ്പോഴും നിരന്തരം പഠിക്കുന്ന കുട്ടിയാണ്. മുവാദിബ് എന്ന് പറഞ്ഞാൽ വ്യാപൃതനാവുക, അലദ്ദറസി പഠനത്തിൽ മുഴുകുന്ന കുട്ടിയാണ്. ജമീഉ അസ്ദിഖാഇ ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാരും, എൻ്റെ മുഴുവൻ ഈ കൂട്ടുകാരും അപ്പോൾ നല്ല കുട്ടികളാണല്ലേ എല്ലാവരും. അപ്പോൾ ഈ മുഴുവൻ കുട്ടികളും മുഹാഫിളൂന അല സ്വലാഹ് അവർ നിസ്കാരം സൂക്ഷിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. ഹാഫിളൂന അവർ സംരക്ഷിക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. അല സ്വലവാത്ത് നിസ്കാരങ്ങൾ, നിസ്കാരം ഒഴിവാക്കൂല. എന്ത് തന്നെ വന്നാലും എല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മളൊന്നും ഇപ്പോൾ വീട്ടിലാണെങ്കിലും ആരും നിസ്കാരം ഒഴിവാക്കൂല അല്ലേ, നമ്മളൊക്കെ നിസ്കരിക്കലില്ലേ, നല്ല കുട്ടികളല്ലേ കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഓലും അർത്ഥം. മുവാലിബൂന അവർ പതിവാക്കുന്നവരാണ്. അല ദുറൂസിൻ്റെ പാഠങ്ങളൊക്കെ നിത്യമായി എല്ലാ ദിവസവും കൃത്യമായി പാഠം പഠിക്കുന്നവരാണ്. നമ്മളെപ്പോലെ തന്നെയാണോ? ചില ആളുകളെപ്പോലെ അല്ലേ, ചില ആളുകളൊന്നും തരലില്ല. അപ്പോൾ എല്ലാവരും ഇവരെ പോലെ ആകണം, നിരന്തരം കൃത്യമായി നിസ്കരിക്കുന്ന എല്ലാ ദിവസവും പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികളാവണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുവാലിബൂന അല ദുറൂസി പാഠങ്ങളുടെ മേൽ പതിവാക്കുന്നവർ, നിരന്തരമായി പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾ. വലം നതഹാസമു ഖത്തു വലം നതഹാസമു ഞങ്ങൾ തർക്കിക്കാറില്ല, ഖത്തു തീരെ. വലം നഗ്ളബ് ഞങ്ങൾ പരസ്പരം ദേഷ്യവും പിടിക്കാറില്ല. എത്ര നല്ല കുട്ടികളാണ്. വ അർജു അല്ല അക്കൂന ഷറൽ അസ്ദിഖായി വ അർജു ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല അക്കൂന ഞാനുമാവുകയില്ല ഷറൽ അസ്ദിഖായി കൂട്ടുകാരിലെ ഏറ്റവും മോശമായ ആൾ, ഷറുള്ള ആൾ ഞാനാവൂല. ഷറും ജമ്മ് അഷറാർ. അപ്പം ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നമ്മളുടെ ഈ പാഠവും തീർന്നിട്ടുണ്ട്. അപ്പം എല്ലാ കുട്ടികളും നിർബന്ധമായും ഇത് കേട്ട് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ബുക്കിലും മറ്റും എഴുതി വെച്ച് കൃത്യമായി എല്ലാം പഠിക്കണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു ഇതിൽ പറഞ്ഞതുപോലെ നല്ല വിദ്യാർത്ഥികളായി, നല്ല അച്ചടക്കമുള്ള, നല്ല പാഠങ്ങൾ കൃത്യമായി പഠിക്കുന്ന, നിസ്കാരങ്ങളൊക്കെ നിലനിർത്തുന്ന, വീട്ടിൽ നല്ലത് പറയിപ്പിക്കുന്ന, ഉസ്താദുമാർക്കൊക്കെ സന്തോഷവാർത്തകൾ കേൾപ്പിക്കുന്ന നല്ല മക്കളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.